നമസ്കാരം. അസമിലെ ജോഹട്ടിലുള്ള വ്യോമസേനാ താവളത്തിൽ ശനിയാഴ്ച രാവിലെ വ്യോമസേനയുടെ AN-32 ഗതാഗത വിമാനം തകർന്നു വീണ് 5 വ്യോമസേനാ സൈനികർക്ക് വീരമൃത്യു. സ്ക്വാഡ്രൺ ലീഡർ പ്രശാന്ത് സിംഗ്, ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ശുഭം കുമാർ, സർജൻ ജിതേന്ദ്ര ശർമ്മ, അഗ്നിവീർ വായു ഖേമാറാം കുമാവത്ത്, അഗ്നിവീർ വായു ഡാനിഷ് ആലം എന്നിവരാണ് അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. സഹപൈലറ്റും രക്ഷപ്പെട്ടു. അസമിലെ ജോഹട്ടിലുണ്ടായ AN-32 അപകടത്തിൽ 5 ഉദ്യോഗസ്ഥർ മരണപ്പെട്ടതിൽ ഇന്ത്യൻ വ്യോമസേന അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. സ്ക്വാഡ്രൺ ലീഡർ പ്രശാന്ത് സിംഗ്, ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ശുഭം കുമാർ, സർജൻ ജിതേന്ദ്ര ശർമ്മ, അഗ്നിവീർ വായു ഖേമാറാം കുമാവത്ത്, അഗ്നിവീർ വായു ഡാനിഷാലം എന്നിവർ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ പരമോന്നത ത്യാഗം ചെയ്തു എന്നാണ് ഇന്ത്യൻ വ്യോമസേന ഔദ്യോഗികമായി അറിയിച്ചിരുന്നത്. ഇന്ന് രാവിലെ ഏകദേശം 10 മണിക്ക് അസമിലെ ജോർഹട്ടിൽ വെച്ച് പതിവ് പറക്കലിനിടെ വ്യോമസേനയുടെ AN-32 വിമാനം അപകടത്തിൽപ്പെടുകയായിരുന്നു. അപകടസ്ഥലത്തെ ക്രമീകരണങ്ങളും പ്രാഥമിക അന്വേഷണങ്ങളും ഇപ്പോഴും നടന്നു വരികയാണ്. സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടതിൽ വ്യോമസേന അതീവ ദുഃഖം രേഖപ്പെടുത്തുകയും അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം ദൃഢമായി നിലകൊള്ളുകയും ചെയ്യുന്നുവെന്ന് അറിയിച്ചു. വ്യോമസേനയുടെ ഔദ്യോഗിക കുറിപ്പിൽ വിശദമായ കാര്യങ്ങൾ പറയുന്നു. പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് റൺവേയിൽ ഇറങ്ങുന്നതിനിടെ വ്യോമസേനാ താവളത്തിന്റെ പരിസരത്ത് വെച്ചാണ് AN-32 വിമാനം തകർന്നു വീണത്. അപകടത്തിന് തൊട്ടു പിന്നാലെ വിമാനത്തിന് തീപിടിക്കുകയായിരുന്നു. വ്യോമസേനാ താവളത്തിലെ പതിവ് പറക്കലിനിടയിലാണ് വിമാനം തകർന്നു വീണത്. തീ നിയന്ത്രണ വിധേയമാക്കാനും സ്ഥിതിഗതികൾ വിലയിരുത്താനുമായി അടിയന്തര രക്ഷാപ്രവർത്തക സംഘത്തെ ഉടൻ തന്നെ സംഭവസ്ഥലത്ത് വിന്യസിച്ചു. അപകടത്തിന്റെ കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല. വിമാനം തകർന്നതിന് പിന്നാലെ ജോർഹട്ടിലെ വ്യോമസേനാ താവളത്തിൽ നിന്നും പുക ഉയർന്ന നിലയിലാണ്. അപകടത്തെക്കുറിച്ച് വ്യോമസേന അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. ജോർഹട്ടിലുണ്ടായ വ്യോമസേന വിമാന അപകടത്തെക്കുറിച്ച് ഞങ്ങൾ ബോധവാന്മാരാണ്. കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്നാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞത്. എന്താണ് AN-32 വിമാനം എന്നൊരു ചോദ്യം ബാക്കിയാവുന്നുണ്ട്. ഇന്ത്യൻ വ്യോമസേനയുടെ വിശ്വസ്തമായ ചരക്ക് വിമാനം അഥവാ വർക്ക് ഹൗസ് എന്നാണ് ആൻസനോവ് അഥവാ AN-32 എന്ന് അറിയപ്പെടുന്നത്. ഇരട്ട എഞ്ചിനുള്ള ഈ ടർബോപ്രോപ്പ് മിലിറ്ററി ട്രാൻസ്പോർട്ട് വിമാനം ഇന്ത്യയുടെ പ്രത്യേക ആവശ്യങ്ങൾക്കായി സോവിയറ്റ് യൂണിയനിലാണ് ആദ്യമായി നിർമ്മിച്ചത്. നിലവിൽ ഇത്തരം 100ഓളം വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ പക്കലുണ്ട്. ഉയർന്ന പ്രദേശങ്ങളിലെ എയർഫീൽഡുകളിലും കഠിനമായ ഉഷ്ണമേഖലാ കാലാവസ്ഥയിലും മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ തക്കവണ്ണമാണ് AN-32 രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 7.5 ടൺ വരെ ചരക്കുകളോ 50 യാത്രക്കാരെയോ അല്ലെങ്കിൽ 42 പാരാട്രൂപ്പർമാരെ വരെയോ വഹിക്കാൻ ഇതിന് ശേഷിയുണ്ട്. ഉൾഗ്രാമങ്ങളിലും വിദൂര പ്രദേശങ്ങളിലും അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിനായി വിമാനം വ്യാപകമായി ഉപയോഗിക്കുന്നു. സമീപകാലത്തെ രണ്ടാമത്തെ അപകടമാണിത്. അസമിലെ കാർബി ആംഗ്ലോങ് ജില്ലയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ സുഖോയ് 30 MK-1 യുദ്ധവിമാനം തകർന്ന് 2 പൈലറ്റുമാർ കൊല്ലപ്പെട്ടത് മാസങ്ങൾക്ക് മുൻപാണ്. ഇതിനുശേഷമാണ് ഈ പുതിയ ദുരന്തം. മാർച്ച് 5-ന് ജോർഹട്ട് വ്യോമസേനാ താവളത്തിൽ നിന്നും പതിവ് പറക്കലിനായി ഉയർന്ന ഇരട്ട സീറ്റുള്ള യുദ്ധവിമാനത്തിന് രാത്രി 7:42 ഗ്രൗണ്ട് കൺട്രോളുമായുള്ള ബന്ധം നഷ്ടപ്പെടുകയായിരുന്നു. അതിനുശേഷം വിമാനം ട്രാക്ക് ചെയ്യാൻ സാധിച്ചില്ല. ജോർഹട്ടിൽ നിന്നും ഏകദേശം 60 കിലോമീറ്റർ അകലെയുള്ള കാർബി ആംഗ്ലോങ് ജില്ലയിലെ വിജനമായ ഒരു മലയോര മേഖലയിലാണ് യുദ്ധവിമാനം തകർന്നു വീണെന്ന് അധികൃതർ പിന്നീട് സ്ഥിരീകരിച്ചിരുന്നു.